ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്ത പാർട്ട് പോളിഗൺസിൻ്റെ അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആംഗിളാണ്. നമ്മൾ ഒരു പോളിഗണിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇങ്ങനെയുള്ള അകത്തുള്ള ആംഗിൾ, അതിനെ നമ്മൾ ഇൻറ്റേർണൽ ആംഗിൾ എന്ന് പറയും. ആംഗിൾ എന്ന് മാത്രം പറഞ്ഞാൽ അർത്ഥം ഇൻറ്റേർണൽ ആംഗിൾ എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡ്സ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ ആ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ പുറത്തുണ്ടാകുന്ന ഈ ആംഗിൾ കണ്ടോ, ഈ ആംഗിൾസിനെ നമ്മൾ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് എത്ര ഇൻറ്റേർണൽ ആംഗിൾ ഉണ്ടോ ഒരു വെർട്ടെക്സിൽ അത്രയും എക്സ്റ്റേണൽ ആംഗിൾസ് ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഈ സൈഡ് ഇങ്ങോട്ട് നീട്ടിയ നമ്മളിവിടെ ഒരു എക്സ്റ്റേണൽ ആംഗിൾ ഉണ്ടാക്കിയത്. പക്ഷേ ഈ സൈഡ് നമുക്ക് ഈ സൈഡ് ഇങ്ങോട്ട് നീട്ടാമല്ലോ. ഇങ്ങോട്ട് നീട്ടി നോക്കിക്കേ, അന്നേരം ഉണ്ടാകുന്നത് ഈ രണ്ട് ആംഗിൾസും ഈ വെർട്ടെക്സിലെ എക്സ്റ്റേണൽ ആംഗിൾസ്, അത് രണ്ടും ഈക്വലാണ്. ഒരു വെർട്ടെക്സിൽ ഉണ്ടാകുന്ന എക്സ്റ്റേണൽ ആംഗിൾസ്, അതായത് ഒരു വെർട്ടെക്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, രണ്ട് സൈഡ്സ് ചേരുമ്പോഴാണ് ഒരു വെർട്ടെക്സ് ഉണ്ടാകുന്നത്. ആ രണ്ട് സൈഡ്സും എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് രണ്ട് എക്സ്റ്റേണൽ ആംഗിൾസ് കിട്ടും. ആ രണ്ട് എക്സ്റ്റേണൽ ആംഗിൾസും ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് ആ രണ്ട് എക്സ്റ്റേണൽ ആംഗിൾസ് ഈക്വലാണ്. ഒരു വെർട്ടെക്സിൽ നമ്മൾ ഒരു ടൈമിൽ ഒരു എക്സ്റ്റേണൽ ആംഗിൾ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. നോക്കിക്കേ, അതാ പറഞ്ഞിരിക്കുന്നത്. ഇഫ് വി എക്സ്റ്റെൻഡ് വൺ സൈഡ് ഓഫ് എ പോളിഗൺ ടു വൺ സൈഡ് ദെൻ വി ഗെറ്റ് ആൻ എക്സ്റ്റേണൽ ആംഗിൾ. ഒരു സൈഡ് ഒരു സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും, ഒരു എക്സ്റ്റേണൽ ആംഗിൾ കിട്ടും. ദെയർ ആർ ടു എക്സ്റ്റേണൽ ആംഗിൾ അറ്റ് ഒരു വെർട്ടെക്സിൽ രണ്ട് എക്സ്റ്റേണൽ ആംഗിൾ വെച്ചിട്ട് ഉണ്ട്. ആൻഡ് ദീസ് എക്സ്റ്റേണൽ ആംഗിൾസ് ആർ ഈക്വൽ. ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഈക്വൽ ആകുന്നത്, അത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട്. ദി എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ആംഗിൾസ് അറ്റ് എ വെർട്ടെക്സ് ഓഫ് എ പോളിഗൺ ഫോം എ ലീനിയർ പെയർ. ഇതാ നോക്കിക്കേ, ഈ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്കിവിടെ എന്ത് കിട്ടിയത്, ഒരു ഇന്റേണൽ ആംഗിൾ അതിൻ്റെ എക്സ്റ്റേണൽ ആംഗിളും കിട്ടിയത്. അപ്പോൾ ഈ ഇന്റേണൽ ആംഗിളും എക്സ്റ്റേണൽ ആംഗിളും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ്, ദേ ഫോം എ ലീനിയർ പെയർ. ദാറ്റ് മീൻസ് ദെയർ സം ഈസ് 180 ഡിഗ്രി. ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, ഓരോ സൈഡുകളും നമ്മൾ വെളിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താണ് പോളിഗൺസിന് എക്സ്റ്റേണൽ ആംഗിൾ ഉണ്ടാകുന്നത്. ഒരു വെർട്ടെക്സിൽ രണ്ട് എക്സ്റ്റേണൽ ആംഗിൾസ് നമുക്ക് ഉണ്ടാക്കാം. ആ രണ്ട് എക്സ്റ്റേണൽ ആംഗിൾസും ഈക്വലാണ്. നമ്മൾ ഒരു ടൈമിൽ ഒരു എക്സ്റ്റേണൽ ആംഗിൾ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. പിന്നെ ഒരു വെർട്ടെക്സിലുള്ള ഇന്റേണൽ ആംഗിളും എക്സ്റ്റേണൽ ആംഗിളിൻ്റെയും കൂടി സം എന്ന് പറയുന്നത് 180 ആണ്. ദേ ഫോം എ ലീനിയർ പെയർ. ലീനിയർ പെയർ ആകുമ്പോൾ ദെയർ സം ഈസ് 180 ഡിഗ്രി. ഇത്രയും കാര്യം വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള പ്രോബ്ലങ്ങളാണ് ഇനി അടുത്തത്. പേജ് 51, അവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 14, 16 രണ്ട് ആംഗിൾസ് ആണ്, അതിൻ്റെ എക്സ്റ്റേണൽ ആംഗിൾസ് കണ്ടുപിടിക്കണം. ഞാൻ അവിടെ ആ ട്രയാങ്കിളിന് ഒരു പേര് കൊടുത്തു, ട്രയാങ്കിൾ ABC. എയിലുള്ള എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ ആംഗിളും ഇന്റേണൽ ആംഗിളിൻ്റെയും കൂടെ സം 180 ഡിഗ്രി ആണ്. അപ്പോൾ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് 180യിൽ നിന്ന് ഇന്റേണൽ ആംഗിൾ കുറച്ചാൽ മതി, എയിലെ എക്സ്റ്റേണൽ ആംഗിൾ കിട്ടി. അതേപോലെ ബിയിലെ എക്സ്റ്റേണൽ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി സിയെ സംബന്ധിച്ച് സിയുടെ എക്സ്റ്റേണൽ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ സി എന്ന ആംഗിൾ വേണ്ടേ. സി കണ്ടുപിടിക്കാൻ എന്താ മാർഗം, ഒരു ട്രയാങ്കിളിലെ മൂന്ന് ആംഗിളിൻ്റെയും കൂടെ സം 180 ഡിഗ്രിയാണ്. അപ്പോൾ അത് രണ്ട് ആംഗിൾ ഉള്ളപ്പോൾ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, 180യിൽ നിന്നും മറ്റ് രണ്ട് ആംഗിളിന് സം കുറയ്ക്കുക. അതിന് സി എന്ന് പറയുന്ന ഇതിൻ്റെ ഇന്റേണൽ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം, ദറ്റ് ഈസ് 80 ഡിഗ്രി. അപ്പോൾ ഇത് 80 ആകുമ്പോൾ ഇവിടുത്തെ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് 180യിൽ നിന്നും 80 സബ്ട്രാക്ട് ചെയ്യുന്നത് 100 ഡിഗ്രി. ഇനി മറ്റൊരു മെത്തേഡ് ഞാൻ എഴുതിയിട്ടുണ്ട്, ഇത് നമുക്ക് ലാസ്റ്റ് ഒരു പ്രൂഫ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഒരു വെർട്ടെക്സിലെ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് മറ്റ് ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സിലെ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സുകളിലെ ഇന്റേണൽ ആംഗിളിൻ്റെ സമ്മിന് ഈക്വലാണ്. അങ്ങനെ ഒരു തിയറം നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എക്സ്റ്റേണൽ ആംഗിൾ കണ്ടുപിടിക്കാം, ഇന്റേണൽ ആംഗിൾ കണ്ടുപിടിക്കാതെ തന്നെ. അതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ലാസ്റ്റ് പ്രൂഫ് അതിൻ്റെ ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി, ഇപ്പം നമ്മൾ പഠിച്ചത് വെച്ചിട്ട്.
അങ്ങനെ ഞാൻ ലാസ്റ്റിലത്തെ ഇവിടെ വെച്ചൊക്കെ പറയാം, കാരണം ക്ലാസ്സിലാണെങ്കിൽ നമ്മളത് പറയുമ്പോൾ പ്രൂഫ് കഴിയുമ്പോൾ നമ്മൾ പറയും. ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ ടൈം കിട്ടുന്നില്ലല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ഇൻറ്റേർണൽ ആംഗിളും ഒരു എക്സ്റ്റേണൽ ആംഗിളും ഉണ്ട്. ഇതിനകത്തുള്ള ആംഗിൾസ് എല്ലാം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഇൻറ്റേർണൽ ആംഗിൾ 35 ആകുമ്പോൾ എക്സ്റ്റേണൽ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം, ദാറ്റ് ഈസ് 145 ഡിഗ്രി. ഇവിടെ എക്സ്റ്റേണൽ ആംഗിൾ ഉണ്ട്, അപ്പോൾ ഇൻറ്റേർണൽ ആംഗിൾ കണ്ടുപിടിക്കാം. 180 നിന്നും എക്സ്റ്റേണൽ ആംഗിൾ, ഇത് രണ്ടും കൂടെ ലീനിയർ പെയർ ആയതുകൊണ്ട് അങ്ങനെ ഇൻറ്റേർണൽ ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ 75 എന്ന് കിട്ടും. ഇനി ഇവിടെ ഇൻറ്റേർണൽ ആംഗിൾ സി എന്ന് പറയുന്നത് നമുക്ക് ഈ രണ്ട് ആംഗിളിൻ്റെ സം 180 നിന്ന് കുറയ്ക്കാവുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ രണ്ട് ആംഗിളിൻ്റെ സം ആണ്. അത് വെച്ചിട്ട് 110 ഡിഗ്രി എന്ന് കിട്ടും. ഇൻറ്റേർണൽ ആംഗിൾ എച്ച് സി എന്ന് പറയുന്നത് 70 ഡിഗ്രി. ഞാൻ തിയറം വെച്ചിട്ട് അങ്ങ് ചെയ്തേക്കുക. നിങ്ങൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ഇൻറ്റേർണൽ ആംഗിൾ സിയുടെ ഇൻറ്റേർണൽ ആംഗിൾ കണ്ടുപിടിച്ചിട്ട് എക്സ്റ്റേണൽ ആംഗിൾ കണ്ടുപിടിച്ചാലും മതി. ആകെ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഒരു വെർട്ടെക്സിലുള്ള ഇൻറ്റേർണൽ ആംഗിളും എക്സ്റ്റേണൽ ആംഗിളിൻ്റെയും കൂടെ സം 180 ഡിഗ്രിയാണ്. അതാണ് ഇവിടെ നമുക്ക് മെയിനായിട്ടുള്ള കാര്യം ഇവിടെ ഉള്ളത്. ശ്രദ്ധിച്ചിരുന്നേ. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിൽ ഇവിടെ 3 ആംഗിൾസ് നമുക്ക് തന്നിട്ടുള്ളൂ. 3 ആംഗിൾസ് ഉള്ളപ്പോൾ ക്വാഡ്രിലാറ്ററലിൻ്റെ 4th ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 ആംഗിളിൻ്റെ സം 360 ആണ് വരുന്നത്. കാരണം എന്നിൻ്റെ വാല്യൂ 4 ആണ്. 4 സൈഡഡ് ഫിഗറാണ് ക്വാഡ്രിലാറ്ററൽ. 4 - 2 × 180 ദാറ്റ് ഈസ് 360. അപ്പം 4 ആംഗിളൂടെ 360 ആകുമ്പോൾ 4ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ 3 ആംഗിളിൻ്റെ സം അതിൽ നിന്ന് കുറച്ചാൽ മതിയല്ലോ. ദാറ്റ് ഈസ് 360 മൈനസ് സം ഓഫ് ദീസ് 3 130 + 70 + 60 ദാറ്റ് ഈസ് 100 ഡിഗ്രി. ഇപ്പോൾ ഇവിടുത്തെ ഇൻറ്റേർണൽ ആംഗിളും 100 എന്ന് കിട്ടി. അങ്ങനെയാകുമ്പോൾ എല്ലാ ഇൻറ്റേർണൽ ആംഗിൾസും ഉള്ളപ്പോൾ എക്സ്റ്റേണൽ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റേർണൽ ആംഗിൾ എക്സ്റ്റേണൽ ആംഗിളിൻ്റെയും കൂടെ സം 180 ഡിഗ്രിയാണ്. അത് വെച്ചിട്ട് 180 നിന്ന് ഇൻറ്റേർണൽ ആംഗിൾ കുറയ്ക്കുമ്പോൾ ഓരോ കേസിലുമുള്ള എക്സ്റ്റേണൽ ആംഗിൾ നമുക്ക് കിട്ടുന്നു. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യനിൽ ട്രയാങ്കിളിൽ നോക്കിക്കേ, ഒരു ആംഗിൾ 75, ഒരു ആംഗിൾ 145 തന്നിട്ടുണ്ട്. ഇവിടെ 75 ഉള്ളപ്പോൾ ഇന്നത്തെ ആംഗിൾസ് എല്ലാം കണ്ടുപിടിക്കണം. ഇത് 70 ഉള്ളപ്പോൾ എക്സ്റ്റേണൽ ആംഗിൾ 110. ഇത് എക്സ്റ്റേണൽ ആംഗിൾ 145 വരുമ്പോൾ ഇൻറ്റേർണൽ ആംഗിൾ 35. ഇനി ഈ 2 ആംഗിൾസ് ഉള്ളപ്പോൾ 3rd ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ ട്രയാങ്കിളിൻ്റെ. അത് വെച്ചിട്ട് എയിലെ ഇൻറ്റേർണൽ ആംഗിൾ കണ്ടുപിടിക്കും. എയുടെ ഇൻറ്റേർണൽ ആംഗിൾ വെച്ചിട്ട് എയുടെ എക്സ്റ്റേണൽ ആംഗിൾ കണ്ടുപിടിക്കും. ഇപ്പോൾ ചെയ്ത് അതേ മതിയുണ്ട്. ഇനി അടുത്തത് ക്വാഡ്രിലാറ്ററൽസ് തന്നിരിക്കുന്നത്. അവിടെ ഈ ക്വാഡ്രിലാറ്ററൽ 2 ആംഗിൾസ് ഒരു എക്സ്റ്റേണൽ ആംഗിളുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ആംഗിൾ 75 ആകുമ്പോൾ ഇവിടുത്തെ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് 180 നിന്നും 75 കുറയ്ക്കുക, ദറ്റ് ഈസ് 105 ഡിഗ്രി. ഇവിടെ ഇൻറ്റേർണൽ ആംഗിൾ 100 ആകുമ്പോൾ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ? 80 ഡിഗ്രി വരും. ഇവിടെ ഫിഗർ ഇങ്ങോട്ടുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നതുകൊണ്ട് ഇവിടെ വരുന്ന ആംഗിൾ ഇത് 80. ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ദിസ് ആംഗിൾ ഈസ് 100 ഡിഗ്രി. ഇനി ഇവിടെ എക്സ്റ്റേണൽ ആംഗിൾ 115 ആയപ്പോൾ ഇൻറ്റേർണൽ ആംഗിൾ എന്ന് പറയുന്നത് 180 നിന്ന് കുറയ്ക്കും, നമുക്ക് 65 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ഈ 3 ആംഗിളിൻ്റെയും കൂടെ സം 360 നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് 4th ആംഗിൾ കിട്ടും. മുമ്പ് ചെയ്ത പോലെ തന്നെ. ഇപ്പോൾ 4th ആംഗിൾ എന്ന് പറയുന്നത് 360 നിന്നും ഈ 3 ആംഗിളിൻ്റെ സം കുറയ്ക്കുന്നത് നമുക്ക് 120 ഡിഗ്രി എന്ന് ഈ ആംഗിൾ കിട്ടും. ഇനി ഈ 2 ആംഗിൾ എന്താണ്? ദേ ഫോം എ ലീനിയർ പെയർ. therefore this angle is 180 minus 120 that is 60 ഡിഗ്രി. നിങ്ങൾ ചെയ്ത് നോക്ക്, തന്നെ ചെയ്ത് നോക്കണം. ഈ ക്വസ്റ്റ്യൻസ് ഈസിയാണ്. എന്നിട്ട് നിങ്ങൾക്ക് സംശയം വരുവാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ഈ ക്വാഡ്രിലാറ്ററൽ ഈ ആംഗിൾ 85 എന്നുണ്ട്. ഇവിടുത്തെ എക്സ്റ്റേണൽ ആംഗിൾ 95 ഡിഗ്രി എന്നുണ്ട്. പിന്നെ ഇവിടുത്തെ എക്സ്റ്റേണൽ ആംഗിൾ
80 ഡിഗ്രി എന്നുണ്ട്. നമുക്കിതിലെ ആംഗിൾസ് എല്ലാം കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഈ രണ്ട് ആംഗിൾസ് ലീനിയർ പെയർ ഫോം ചെയ്യുന്നതുകൊണ്ട് ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 85 ആയിരിക്കും. അതേപോലെ ഇത് രണ്ടുള്ള ലീനിയർ പെയർ ആയതുകൊണ്ട് ദിസ് വൺ ഈസ് 100 ഡിഗ്രി. ദിസ് ആംഗിൾ ഈസ് 85, therefore ദിസ് ആംഗിൾ ഈസ് 95 ഡിഗ്രി. ഇത് 95 ആകുമ്പോൾ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളായി ഈ ആംഗിളും 95, ഇത് 85 ആകുമ്പോൾ ഇവിടെ വരുന്ന ആംഗിളും 85. ഇനി ഒരു ക്വാഡ്രിലാറ്ററലിന് 4 ആംഗിൾസിൻ്റെ കൂടെ സം 360 ആണ്. ആ 360യിൽ നിന്നും ഈ 3 ആംഗിൾസ് കുറയ്ക്കുമ്പോൾ 4th ആംഗിൾ നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടും. ഈ ആംഗിൾ 90 ആകുമ്പോൾ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ 90 ആണ്. അത് മാത്രമല്ല ഈ രണ്ട് ആംഗിൾസ് ലീനിയർ പെയർ ആകുമ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ 90 ഡിഗ്രി, ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വെർട്ടെക്സിലുള്ള എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് ഏത് ട്രയാങ്കിളിൻ്റെയും ഒരു വെർട്ടെക്സിലുള്ള ഒരു എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വെർട്ടെക്സുകളിലുള്ള ഇൻറ്റേർണൽ ആംഗിളിൻ്റെ സമ്മിന് ഈക്വലാണ്. ഇപ്പോൾ ട്രയാങ്കിൾ ABC ഞാൻ കൺസിഡർ ചെയ്തു. അതിലെ ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടെ ഒരു എക്സ്റ്റേണൽ ആംഗിൾ ഉണ്ടാക്കി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ രണ്ട് ആംഗിളിൻ്റെ സമ്മിന് ഈക്വൽ ആണെന്നാണ് കാണിക്കേണ്ടത്. ഇവിടെ ആംഗിൾ എയും ആംഗിൾ സി എന്ന് പറഞ്ഞാൽ ഓരോ ആംഗിളേ ഉള്ളൂ. പക്ഷേ ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആംഗിൾ വരുന്നത് കൊണ്ട് 3 ലെറ്റേഴ്സ് കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. അപ്പോൾ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ച് അതിൻ്റെ 3 ആംഗിളിൻ്റെയും കൂടെ സം 180 ഡിഗ്രിയാണ്. therefore ആംഗിൾ എ പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ABC is equal to 180 ഡിഗ്രി. ഇതിൻ്റെ റീസൺ എന്താ? സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ദറ്റ് ഈസ് 180 ഡിഗ്രി. അടുത്തത് ഞാൻ നോക്കി, ഒരു വെർട്ടെക്സിൽ ഉണ്ടാകുന്ന ഇന്റേണൽ ആംഗിളും എക്സ്റ്റേണൽ ആംഗിളും കൂടി എങ്ങനെയാ? ദേ ഫോം എ ലീനിയർ പെയർ. therefore ആംഗിൾ ABC പ്ലസ് ആംഗിൾ DBC is equal to 180 ഡിഗ്രി. ഇത് ഒരു വെർട്ടെക്സിലുള്ള ഇന്റേണലും എക്സ്റ്റേണലും ആംഗിളും ആയതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഇനി ഇവിടെ ഈ രണ്ട് ഇക്വേഷന് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. രണ്ട് റൈറ്റ് സൈഡ് 180 ആണ്. അപ്പോൾ ഇവിടുത്തെ 180 കഴിഞ്ഞ് നമുക്ക് ഈ വാല്യൂ ഇങ്ങോട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ എന്ത് കിട്ടും? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ABC is equal to ആംഗിൾ ABC പ്ലസ് ആംഗിൾ DBC. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ആംഗിൾ DBC എന്ന് പറയുന്നത് ആംഗിൾ എയ്ക്കും ആംഗിൾ സിയുടെയും കൂടെ സമ്മിന് ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ആണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ കിടക്കുന്ന ആംഗിൾ ABC ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഇവിടെ പ്ലസ് ചെയ്ത ആംഗിൾ ABC ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോൾ മൈനസ് ചെയ്യണം. That means angle ABC plus angle DBC minus angle ABC, that is equal to angle DBC. അപ്പോൾ ഈ ഇവിടെ വരുന്ന എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് ഇന്റേണലി ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസിൻ്റെ സമ്മിന് ഈക്വൽ ആണ്. That is external angle at a vertex of a triangle is equal to the sum of the interior angles at the other vertex. ഈ തിയറം നമ്മൾ പലയിടത്തും അപ്ലൈ ചെയ്യുന്നതാണ്, പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ്, അത് ഓർത്തുകൊള്ളുക. ഇത് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇത് പഠിച്ചു കഴിയുന്നൊരു കുട്ടിക്ക് അത് വെച്ചിട്ട് ഈ രണ്ട് ആംഗിൾ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ ഇൻറ്റേർണൽ ആംഗിൾ ആവശ്യമില്ല. ഇതാ ചോദിച്ചേക്കുന്നതെങ്കിൽ ഇൻറ്റേർണൽ ആംഗിൾ കണ്ടുപിടിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഞാൻ ആ ഫസ്റ്റ് ക്വസ്റ്റിനിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഫസ്റ്റും സെക്കൻഡും ക്വസ്റ്റിന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ പ്രൂഫ് 5th ഉണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓറിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനത് പറഞ്ഞേക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ.